ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ അക്കാദമിഷ്യനുമായ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ യുവ കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളുടെ പശ്ചാത്തലത്തിൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയെന്ന് ആരോപിക്കുന്ന ഷാഫി പറമ്പിലിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് കേരള രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ തകർച്ചയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കേരള സമൂഹത്തിൽ രൂപപ്പെട്ട ഒരു മാരക വൈറസിന്റെ പേരാണതെന്ന തലക്കെട്ടോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം പുരാണത്തിലെ അസുരന്മാരായ സുന്ദൻ, ഉപസുന്ദൻ എന്നിവരുമായി ഈ കൂട്ടുകെട്ടിനെ താരതമ്യം ചെയ്യുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണന്റെ വിമർശനത്തിന്റെ പ്രധാന സവിശേഷത രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെ പുരാണത്തിലെ സുന്ദൻ, ഉപസുന്ദൻ എന്ന അസുര സഹോദരങ്ങളുമായി ഉപമിക്കുന്നതിലാണ്. ഈ അസുര സഹോദരന്മാർക്ക് വരം ലഭിച്ചതിലൂടെ രാക്ഷസീയമായ ശക്തി ലഭിച്ചു. ഈ ശക്തിയുടെ അഹങ്കാരത്തിൽ അവർ ലോകത്തെ പീഡിപ്പിച്ചു. രാധാകൃഷ്ണന്റെ അഭിപ്രായത്തിൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഒരുമിച്ചുണ്ടാക്കിയ രാഷ്ട്രീയ സൈബർ ശക്തി അവർക്ക് അത്തരമൊരു രാക്ഷസീയമായ കരുത്ത് നൽകി. ഈ കൂട്ടുകെട്ട് വളർത്തിയെടുത്ത വൻ സൈബർ സൈന്യം അവരുടെ സുരക്ഷ ഒരുക്കുകയും ശത്രുക്കളെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ച് വകവരുത്തുകയും ചെയ്തു. ഈ സൈബർ ആക്രമണത്തിലൂടെ ലഭിച്ച ബലവും അഹങ്കാരവുമാണ് കെ. കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടി അമ്മയെ പോലുള്ള രാഷ്ട്രീയത്തിൽ നിന്നും അകലം പാലിച്ച മഹതിയെ പോലും സ്വഭാവഹത്യ നടത്താൻ മാങ്കൂട്ടത്തെ പ്രേരിപ്പിച്ചത്. ഈ നടപടികൾ കോൺഗ്രസിനുള്ളിൽ പോലും ചോദ്യം ചെയ്യപ്പെടാതെ പോയത് ഈ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയ ശക്തിക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഭയന്നിരുന്നു എന്നതിന് തെളിവായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. കെ.സി. വേണുഗോപാലിന്റെ ഭാര്യയെ ആക്രമിച്ചിട്ടും ഇവർക്ക് നടപടികൾ നേരിടേണ്ടി വന്നില്ല എന്ന ഉദാഹരണവും ഈ ശക്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. രാമായണത്തിലെ ബാലിയുടെ കഥയോടുള്ള താരതമ്യം ശ്രദ്ധേയമാണ്. സ്വന്തം ബലത്തിലുള്ള അഹങ്കാരം മുറ്റി വരുമ്പോൾ ബാലി കരമ്പനകളോട് മല്ലയുദ്ധം ചെയ്തിരുന്നത് പോലെ അഹംബുദ്ധി കൊണ്ട് എല്ലാവരെയും കുതറി വാപേശിയാണ് ഇവർ നടന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഒടുവിൽ സുന്ദൻ, ഉപസുന്ദന്മാർ തങ്ങളുടെ അഹങ്കാരം കാരണം നശിച്ചതുപോലെ ഈ കൂട്ടുകെട്ടിൽ ഒരുവൻ കാലവൈര്യം ഏറ്റുവീണു എന്നും അദ്ദേഹം പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങുകയും തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തപ്പോൾ ഷാഫി പറമ്പിൽ സ്വീകരിച്ച താൻ സംഘടനാപരമായി പിന്തുണ നൽകിയിട്ടുള്ളൂ എന്ന നിലപാടിനെ ഡോക്ടർ രാധാകൃഷ്ണൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു. മാങ്കൂട്ടത്തിന്റെ സ്വഭാവ വൈകല്യത്തെക്കുറിച്ചോ വ്യഭിചാരം, ഗർഭം അലസിപ്പിക്കൽ എന്നീ കാര്യങ്ങളെക്കുറിച്ചോ തനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന ഷാഫിയുടെ വാദം പച്ചക്കള്ളമാണെന്ന് രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. മൂക്ക് കീഴ്പോട്ട് തൂങ്ങിയ എല്ലാവർക്കും ഇത് കള്ളമാണെന്ന് അറിയാമെന്ന ശക്തമായ പ്രയോഗം ഉപയോഗിച്ച് അദ്ദേഹം ഈ വാദത്തിന്റെ വിശ്വസ്തതയില്ലായ്മയെ എടുത്തു പറയുന്നു. ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ കേവലം സംഘടനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല എന്നതിന് തെളിവായി അദ്ദേഹം പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയ വിഷയം ഉന്നയിക്കുന്നു. സംഘടനാപരമായ മികവ് മാത്രം നോക്കിയിരുന്നെങ്കിൽ ഡോക്ടർ സരിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ മതിയായിരുന്നു. എന്നാൽ പാലക്കാട് തന്റെ നിയോജക മണ്ഡലമായതുകൊണ്ട് താൻ മാറിയാൽ തന്റെ ഇഷ്ടക്കാരനായ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകണമെന്ന് ഷാഫി നിർബന്ധം പിടിച്ചു. മാങ്കൂട്ടത്തിനോടുള്ള ഈ പ്രത്യേക താല്പര്യത്തിന്റെ പിന്നിലെ കാരണം എന്തായിരുന്നു എന്ന ചോദ്യം അദ്ദേഹം ഷാഫിക്ക് മേൽ ഉന്നയിക്കുന്നു. ഷാഫി പറമ്പിലിന്റെ വാദങ്ങളെ അപ്രസക്തമാക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം മാങ്കൂട്ടത്തിലെ രതിവൈകൃത ലീലകളെക്കുറിച്ച് 15-ലധികം പേർ സംഘടനയിൽ പരാതി പറഞ്ഞിരുന്നു എന്നാണ്. ഈ പരാതിക്കാരിൽ അധികവും പാർട്ടി നേതാക്കളും ഭാര്യമാരും പെൺമക്കളും സഹോദരിമാരുമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഇത്രയും അധികം പരാതികൾ ഉണ്ടായിട്ടും ഷാഫി പറമ്പിൽ ഇതെല്ലാം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് നിഷ്കളങ്കരായി തടി തപ്പുന്ന തണ്ട് തപ്പി ആകരുതെന്ന വിമർശനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും തകർച്ചയിലേക്കാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ വിമർശനം വിരൽ ചൂണ്ടുന്നത്. കോൺഗ്രസ് ഒരു കാലത്ത് വ്യക്തികളുടെ സ്വഭാവശുദ്ധിക്ക് പ്രാധാന്യം നൽകിയിരുന്ന സംഘടനയായിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷം ഉന്നതമായ ധാർമ്മിക നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ഒരു പ്രസ്ഥാനം ഇത്രയും വലിയ സ്വഭാവദൂഷ്യ ആരോപണങ്ങൾ നേരിടുന്ന ഒരു നേതാവിനെ സംരക്ഷിച്ചു നിർത്തിയത് പാർട്ടിയുടെ നിലവിലെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മാങ്കൂട്ടത്തിൽ ഒരു സാമൂഹിക വിരുദ്ധനും ലൈംഗിക മനോരോഗിയും ബലാത്സംഗക്കാരനും ഗർഭം കലക്കിയുമായിട്ടും ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയത് എന്തിനാണ്? ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് ചെങ്ങാതിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ പ്രായോഗികതയും ധാർമ്മികതയും തമ്മിലുള്ള സംഘർഷത്തെയാണ് വെളിവാക്കുന്നത്. തോട്ടം മൂടിയാം കാലം ചീർപ്പൻ കുലയ്ക്കും എന്ന പഴമൊഴിയോടുള്ള ഉപമയിലൂടെ കോൺഗ്രസിന്റെ നാശകാലത്ത് ഗർഭം കലക്കികൾ നേതാക്കളാകുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. ഇത് നിലവിലെ യുവ നേതൃത്വം തങ്ങളുടെ ധാർമ്മിക നിലവാരം പാടെ കൈവെടിഞ്ഞതിലുള്ള കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. ഡോക്ടർ രാധാകൃഷ്ണന്റെ പോസ്റ്റ് മാങ്കൂട്ടത്തിൽ കേസിലെ നിയമപരമായ വശങ്ങൾക്കപ്പുറം ഈ സംഭവങ്ങൾ കേരള സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. യുവതലമുറയെ പ്രതിദാനം ചെയ്യുന്ന ഒരു എം.എൽ.എ. ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് ഒളിവിൽ പോകുന്നതും അദ്ദേഹത്തെ മറ്റൊരു യുവ നേതാവ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും യുവജന രാഷ്ട്രീയത്തിന് തെറ്റായ മാതൃക നൽകുന്നു. 15-ലധികം പേർ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ ഒരു നേതാവിനെ സംരക്ഷിച്ച് നിർത്തുന്നത് സംഘടനാ സംവിധാനം അതിജീവിതകൾക്ക് നീതി നിഷേധിക്കുന്നു എന്നതിന്റെ തെളിവാണ്. രാഷ്ട്രീയ സംരക്ഷണം ക്രിമിനൽ നടപടികളിൽ നിന്നും പ്രതികളെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ സംഭവങ്ങൾ ഉയർത്തുന്നത്. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനത്തിനപ്പുറം കോൺഗ്രസിന്റെ ധാർമ്മിക അടിത്തറയിൽ ഉണ്ടായ വിള്ളലുകളെക്കുറിച്ചുള്ള ഉഗ്രമായ ചോദ്യചിഹ്നമാണ്.
സുന്ദൻ ഉപസുന്ദൻ ഉപമയിലൂടെ അധികാരവും അഹങ്കാരവും രാഷ്ട്രീയ സംരക്ഷണവും എങ്ങനെ നിയമത്തെയും ധാർമ്മികതയും മറികടക്കാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഭാവിയെയും കോൺഗ്രസിനുള്ളിലെ യുവജനങ്ങളുടെ വിശ്വസ്തതയും ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ധാർമ്മിക ചോദ്യങ്ങൾക്കെല്ലാം ഷാഫി പറമ്പിൽ പൊതുസമൂഹത്തോട് ഉടൻ ഉത്തരം പറയേണ്ടി വരുമെന്ന നിലപാടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ സ്വീകരിക്കുന്നത്.